അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ നമ്മളെ കുറച്ച് കാറ്ററിങ്ങിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ മക്കളെ ഇന്ന്. അപ്പോൾ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന നമ്മളേതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പൊക്കെ ചുട്ടിട്ട് കുറച്ച് ദിവസം കഴിക്കണം. അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയൊക്കെ ഒന്ന് കേക്കിങ്ങാണ്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഓയിലൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ പിന്നെ കമൻറ്റ് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് കണ്ടു തുടങ്ങണം കേട്ടോ. ഞാൻ എപ്പോഴും പറയലുണ്ട് ലൈക്ക് ചെയ്യണം. നിങ്ങൾ ഓരോരുത്തരെയും ലൈക്ക് ചെയ്യുമ്പോഴാണ് നമ്മളെ വീഡിയോ ഒന്നും കൂടി ഉയർന്നു പോകാമെന്ന് ഞാൻ എപ്പോഴും പറയലുണ്ട്. അപ്പോൾ ചട്ടിയൊക്കെ ചൂടായതിന് ശേഷം ഞാൻ ഉണ്ണിയപ്പൊക്കെ ഓരോന്നോരോന്നായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ടാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ചട്ടിയിൽ എല്ലായിടത്തും കൂടി ആവണ്ട വിചാരിച്ചിട്ട് ചട്ടിയിൽ ഒഴിച്ചതിന് ശേഷം ഗ്ലാസ്സിൽ ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ ഇതാക്കണ്. അപ്പോൾ ഞാൻ പപ്പടക്കോല് വെച്ചിട്ടാണിത് മറിച്ചിടൽ. അപ്പോൾ പപ്പടക്കോല് തിരഞ്ഞിട്ട് എവിടെ വെച്ചിട്ട് കാണാനില്ല കേട്ടോ. അപ്പോൾ ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ പിന്നെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് കലത്തപ്പം ചുട്ടെടുക്കാനുണ്ട്. അപ്പോൾ ഉണ്ണിയപ്പം വെന്ത് വരുമ്പോഴത്തേന് നമ്മൾ കലത്തപ്പത്തിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ 2 ശർക്കരൻ്റെ അച്ചെടുത്തിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ ശർക്കര. അപ്പോൾ ഉണ്ണിയപ്പം ഒരടുപ്പത്ത് നമ്മൾ വെച്ചിരിക്കുന്നത് വേകുമ്പോഴത്തേന് കലത്തപ്പത്തേക്കുള്ള ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അതിങ്ങനെ മറിച്ചിടണമുണ്ട്, കരിഞ്ഞ് പോവാതെ ശ്രദ്ധിക്കണം. ഇതിനായിട്ട് നിൽക്കാൻ നമുക്ക് ടൈം ഉണ്ടാവില്ല. അപ്പോൾ തീയൊന്ന് കുറച്ചതാണ് കേട്ടോ. അപ്പം കെട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഈ ഉണ്ണിയപ്പം നമ്മൾ സ്ഥിരം 2 സ്കൂളിൽ കടി കൊടുക്കലുണ്ടല്ലോ, ആ സ്കൂളിലല്ല കേട്ടോ. ആ സ്കൂളല്ലാതെ എപ്പോഴെങ്കിലും ഇടയിലൊക്കെ വേറൊരു സ്കൂളിലും കൂടി നമ്മൾ കടി കൊടുക്കലുണ്ട്. അമ്പലക്കടവ് സ്കൂൾ അറിയട്ടോ. അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സൊക്കെ ടൂറ് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറഞ്ഞതേനു കേട്ടോ ഈ ഉണ്ണിയപ്പം. അപ്പോൾ 5:30 ആകുമ്പോൾ പോകണം പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യമാണ് അതുകൊണ്ടാട്ടോ ഞാൻ ആദ്യം തന്നെ ഉണ്ണിയപ്പം ചൂടാൻ നിൽക്കുന്നത്. അത് പിന്നെ മൊത്തത്തിലാണ്ട് ചുട്ടായി കിട്ടണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ ഉണ്ണിയപ്പം ചുടാൻ നിന്നത്. അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് കലത്തപ്പം ചുട്ടിട്ട് അങ്ങനെ ചെയ്യലാണ്. അപ്പോൾ ഇന്ന് ആദ്യം തന്നെ നമ്മൾ ഉണ്ണിയപ്പത്തമ്മക്ക് തിരിഞ്ഞിരിക്കുന്നത്. ഇത് ഫസ്റ്റ് കൊടുക്കേണ്ട സംഭവമായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ രാത്രി കടന്നപ്പോൾ ഞാൻ മാവൊക്കെ റെഡിയാക്കി വെച്ചിനി. അപ്പോൾ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഉണ്ണിയപ്പത്തിൻ്റെ പിന്നെ വീഡിയോ ഒക്കെ നമ്മൾ പിന്നെ കുറേ മുന്നേയും പിന്നെയും ഒക്കെ 2-3 പ്രാവശ്യമായിട്ട് ഞാൻ ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോസായിട്ട് നമ്മളെ ചാനലിൽ ഇട്ടിക്കണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പിന്നെ മാവ് കൂട്ടുന്ന വീഡിയോസൊന്നും ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ചുട്ടെടുക്കുന്ന വീഡിയോസ് മാത്രമേ ഉള്ളൂ. രാത്രി കിടന്നപ്പോൾ ഞാൻ മാവൊക്കെ പിന്നെ അരച്ച് വെച്ചങ്ങാണ്ട് കിടന്നതേനു കേട്ടോ. അപ്പോൾ പച്ചരിയൊക്കെ ഞാൻ കഴുകി കൊടുക്കുന്നുണ്ട്. പച്ചരിയൊക്കെ രാത്രി കിടന്നപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിനി. അപ്പോൾ ശർക്കര ഒരടുപ്പത്ത് ഉരുക്കാൻ വേണ്ടി വെച്ചേക്കണ്. അപ്പോൾ അതിന് അരിയൊക്കെ ഒന്ന് കഴുകിങ്ങാണ്ട് റെഡിയാക്കുന്നുണ്ട്. മിക്സിൻ്റെ ജാറൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അരിയൊക്കെ അതിൽ ഇടണതിൻ്റെ ഇടയിൽ വന്നിട്ട് ഞാൻ ഉണ്ണിയപ്പം മറിച്ചിടുന്നുണ്ട് കേട്ടോ. ഒരു ഭാഗം കരിഞ്ഞു പോകുക വിചാരിച്ചങ്ങാണ്ട് അത് മറിച്ചിടുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മളെ വീഡിയോക്ക് ഇന്ന് കുറച്ചൊരു പിന്നെ ക്ലിയർ കുറവുണ്ടാകും കേട്ടോ. നമ്മളെന്നും എടുക്കണ ഫോണിലല്ല കേട്ടോ വീഡിയോ എടുത്തിക്കണേ. ഞാൻ സാധാ ഉപയോഗിക്കണ ഫോണിലാണ് വീഡിയോ എടുത്തിക്കുന്നത്. ആദ്യമൊക്കെ ഞാൻ ഈ ഫോണിൽ തന്നെയാണ് വീഡിയോ എടുത്തിരുന്നത്. എന്നാലും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ കുറച്ചൊരു ക്ലിയറുള്ള ഫോൺ ഉണ്ടേനും അതിലാണ് വീഡിയോ എടുത്തിരുന്നത്. അപ്പം ഇന്ന് പിന്നെ മോൾ ഇവിടെ ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ആ ഫോൺ നമ്മളെ കയ്യിലില്ലാത്തത്. അപ്പോൾ വീഡിയോക്ക് കുറച്ചൊരു ക്ലിയർ കമ്മി ഉണ്ടാവും ഇന്ന്. അപ്പോൾ എനിക്കിങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. പിന്നെ ഫോണിനൊരു ലൈറ്റ് കമ്മി ഉണ്ടോ എന്നൊരു തോന്നലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളെ പച്ചരിക്ക് ഞാൻ ഏലക്കായും ചെറിയ ജീരകമൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഒരു 2 സ്പൂൺ ചോറ് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ അത് അരച്ചിട്ട് ഞാൻ അപ്പോൾ തന്നെ ഉണ്ണിയപ്പം വെന്തതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളെ
എന്താ ഞായറാഴ്ച ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ വീഡിയോസൊക്കെ എടുത്ത് വെച്ചു, പക്ഷേ വീഡിയോ ഇടാനും എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ. നമ്മൾ ഓരോ പരിപാടിയായിട്ട് വീട്ടിൽ നിന്ന് പോയതേനും, അപ്പോൾ ഇതിനൊന്നും സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ വീഡിയോ ഇടാഞ്ഞത് കേട്ടോ, ഞായറാഴ്ച ദിവസം വീഡിയോ ഇടാഞ്ഞത്. അപ്പോൾ ഞായറാഴ്ച എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ സ്കൂൾക്കൊന്നും കടികളൊന്നും ഇല്ല ഇന്ന്. പിന്നെ നമ്മൾ സാധാ കടി കൊടുക്കുന്ന കടികൾ മാത്രമേ ഉള്ളൂ. ഒന്നും കൂടുതൽ ഓർഡറുകളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സാധാ നമ്മൾ ഉണ്ടാക്കുന്ന പത്തിരിയും പൂവട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട്. കുറച്ചീച്ച മതി, അത് കൂടുതലൊന്നും വേണ്ട. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വ്ളോഗ്. അപ്പോൾ ഞാൻ നമ്മളെ പിന്നെ അരിനെ പൊയിങ്ങാണ്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതിക്ക് ചെറിയുള്ളി നമുക്ക് തൊലി കളഞ്ഞെടുക്കാനും അരിയാനൊക്കെ ഉണ്ട്. പിന്നെ എന്തെങ്കിലും തേങ്ങ പൊട്ടിച്ചിട്ട് തേങ്ങമ്മന്നൊരു പൂളെടുത്തിട്ട് പിന്നെ അതും ചെറുതാക്കി അരിയാനുണ്ട്. അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് പിന്നെ അത് ഒന്ന് പൂണ്ടെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ തേങ്ങാപ്പൂള്. അപ്പോൾ അതിന് ഉണ്ണിയപ്പം മറിച്ചിടാൻ വന്നിക്കുകയാണ്. അങ്ങനെ ഉണ്ണിയപ്പം ചുടലിൻ്റെ ഇടയിൽ കൂടെ ഉണ്ണിയപ്പം കഴിയുമ്പോഴത്തേനൊക്കെ കലത്തപ്പാവുമെന്ന് പ്രതീക്ഷിക്കണേ. എന്താ വെച്ചാൽ ഒരു പണിക്ക് തന്നെ നിൽക്കാൻ പറ്റണില്ലല്ലോ. ഉണ്ണിയപ്പം കരിഞ്ഞു പോകുമെന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഒരു പണിക്ക് തന്നെ നിന്നാൽ മതി. അപ്പോൾ നമ്മളോട് പിന്നെ ചിലരൊക്കെ ഉറക്കം കിട്ടായിട്ട് നമ്മളെ കണ്ടിട്ട് പാവം തോന്നുകയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസങ്ങളിലൊന്നും നമ്മളങ്ങനെ ഉറങ്ങാതെ നിൽക്കലില്ല കേട്ടോ. കൂടുതൽ ഓർഡറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ദിവസങ്ങളിൽ മാത്രമാണ് കേട്ടോ നമ്മളങ്ങനെ പിന്നെ നേരത്തെ നീക്കലും പിന്നെ നേരം വൈകി കിടക്കലൊക്കെ. അല്ലാത്ത ദിവസങ്ങളിലൊന്നും നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഇഷ്ടം പോലെ ടൈം ഉറങ്ങാനൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ശനിയാഴ്ച ഞാൻ ഫുള്ളായിട്ട് നമ്മളെ കാറ്ററിങ് ലീവ് വെക്കാറ് കേട്ടോ. കടയിലേക്കൊന്നും കൊടുത്തിട്ടില്ല. അന്ന് ഞാൻ ഫുള്ളായിട്ട് നമ്മളെ വീടും പരിസരമൊക്കെ ക്ലീൻ ആക്കാൻ നമുക്ക് വീട്ടിൽ കുറേ പണികളൊക്കെ പെൻഡിങ്ങിൽ കിടക്കുമല്ലോ സ്ഥിരം ഇതാകുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ പണികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ദിവസം ഇപ്പോൾ ലീവ് എടുക്കലുണ്ട് കേട്ടോ. മറ്റേത് ഞാൻ ലീവില്ലാതെ ഇനി എല്ലാ ദിവസവും ശനി ഞായറൊക്കെ ഉണ്ടാവലുണ്ട്. ഇനി ഇപ്പോഴും എല്ലാ ആഴ്ചയൊന്നും എടുക്കില്ല. അവരോട് പറഞ്ഞിട്ട് പറ്റുകയാണെങ്കിൽ പിന്നെ അധികം ശനിയാഴ്ച ഞാൻ ലീവ് എടുക്കലുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞു പോകും കേട്ടോ. അപ്പം പിന്നെ ഇത് നമ്മൾ ഞായറാഴ്ചത്തതാണ്. ഞായറാഴ്ച പിന്നെ നമ്മൾ ലീവാക്കി അവർക്ക് ബുദ്ധിമുട്ടാണ് പറയലുണ്ട് കേട്ടോ. ഒരുവിധം കടകളൊക്കെ ഞായറാഴ്ച ലീവാകും. അപ്പോൾ ശനിയാഴ്ച ലീവായാലും അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ശനിയാഴ്ച ലീവാക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ കലത്തപ്പത്തിനുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിക്കണ്. തേങ്ങയൊക്കെ നുറുക്കി വെച്ചിക്കണ്. അപ്പോൾ ഇതിന് ഉണ്ണിയപ്പം ചൂടൽ കഴിഞ്ഞു. അപ്പോൾ ഇനി കലത്തപ്പം ചൂടാൻ അടുപ്പത്ത് തന്നെ വെക്കുകയാണ്. അപ്പോൾ ശർക്കരപ്പാനി അവിടെ ഉരുകിക്കണ്. അരിയും അരച്ചതൊക്കെ റെഡി ആയിക്കണ്. ഇനി നമ്മൾ പിന്നെ കുക്കറത്തെ വെള്ളമൊന്ന് വറ്റിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളെ തേങ്ങ പൂളിനൊന്ന് പിന്നെ മൂപ്പിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ശർക്കരപ്പാനി അരിയിലൊന്ന് പിന്നെ മിക്സിൻ്റെ ജാർക്ക് ഒഴിച്ചുകൊണ്ട് അതൊന്ന് അപ്പസോഡയൊക്കെ ഇട്ടുകൊണ്ട് ഒന്ന് കറക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളെ തേങ്ങ അരിഞ്ഞ് വെച്ചതും ഉള്ളി അരിഞ്ഞ് വെച്ചതുമാണ് ഇത് ഇവിടെ ഉള്ളത്. അപ്പോൾ ആദ്യം ഞാൻ തേങ്ങനെ ഒന്ന് നമ്മളെ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ സ്പീഡാക്കി വിട്ടേക്കാണ് കേട്ടോ മക്കളെ. അല്ലെങ്കിൽ ഒരുപാട് ടൈം വരും നമ്മളെ വീഡിയോ. നമ്മൾ പിന്നെ ഇവിടെ ഇങ്ങനെ ഫോൺ വെച്ചിങ്ങാണ്ട് വീഡിയോ എടുക്കണ കാരണം എന്തായാലും ഇഷ്ടം പോലെ ടൈം ആയിക്കാരും വീഡിയോസ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ബോറടിക്കും. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇങ്ങനെ സ്പീഡാക്കി വിടുന്നത് കേട്ടോ. അപ്പോൾ അപ്പുറത്തെ ചട്ടിയിൽ ഞാൻ പൊരിച്ച പത്തിരിക്കുള്ള വെള്ളം വെക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അവിടെ തീ കുറച്ച് കുറവായിട്ടാണ് കത്തുക. അപ്പോൾ ഞാൻ കലത്തപ്പത്തിന് കുറഞ്ഞ തീ മതി. അപ്പോൾ ആ അടുപ്പേക്ക് ഞാൻ നമ്മളെ കലത്തപ്പത്തിൻ്റെ കുക്കറിന് എടുത്ത് വെച്ചിരിക്കണ്. അപ്പോൾ സ്പീഡിൽ കത്തുന്ന അടുപ്പേക്ക് പൊടി വാട്ടാനുള്ളതും വെച്ചിന് കേട്ടോ. അപ്പോൾ പിന്നെ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കാണിച്ചു തരുന്നത്. പിന്നെ ചുട്ടുകാണ്ട് ഇങ്ങനെ അങ്ങനെ ബോറടിപ്പിച്ചിട്ടൊന്നുമില്ല. പൊരിച്ച പത്തിരി ഒരു തലക്ക് അങ്ങനെ ചുടണുണ്ടേന് കേട്ടോ. അത് കുറേ ഒരു ഇതിൽ ട്രിപ്പ് മാത്രമാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. പിന്നെ എൻ്റെ അടുത്ത് 2 പഴം ഉണ്ടേനും. അപ്പോൾ ഞാൻ അതിൻ്റെ പഴംപൊരിൻ്റെ മാവുണ്ടേനും കയ്യിൽ. അപ്പോൾ സുഖിന് വേണ്ടിങ്ങാണ്ട് മാവ് കൂട്ടിയത് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പഴം നന്നായിട്ട് പഴുത്തിന് നമ്മളെ പഴം നിറവിൽ കൊടുക്കുന്ന ബാലൻസിൽ 2 പഴം. അപ്പോൾ അത് പഴംപൊരിയാക്കി നമ്മളെ വീട്ടാവശ്യത്തിന് ഉണ്ടാക്കിയതാണ് കേട്ടോ പഴംപൊരി. അപ്പോൾ ഇതാ പഴംപൊരിയൊക്കെ നന്നായിട്ട് ഉഷാറായിട്ട് കിട്ടിയേക്കണ്. പിന്നെ നമ്മളെ പൊരിച്ച പത്തിരിൻ്റെ പൊരിയൊക്കെ കഴിഞ്ഞിരിക്കണ്. അപ്പോൾ
ഇതാണ് കൂടുതലൊന്നും പഴംപൊരി ഇല്ല, അത്ര പഴംപൊരി മാത്രമേ ഉണ്ടാക്കിയിട്ട് 2 പഴം വെച്ചുണ്ടാക്കിയതാണ് കേട്ടോ ഈ പഴംപൊരി. പിന്നെ അതാ പൊരിച്ച പത്തിരി പൊരിച്ച പത്തിരി ഇതിലേറെ കൂടുതൽ കൊണ്ടുപോയിക്കണം കേട്ടോ, കൊണ്ടുപോയിൻ്റെ ബാലൻസ് ആണ് കേട്ടോ അത് പിന്നെ വേറെ കടയ്ക്ക് കൊടുക്കാമല്ലോ കേട്ടോ. അപ്പം 2 കടയ്ക്കാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ പൂവട ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ പൂവട ഇങ്ങനെ ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇനി നമുക്ക് അതൊന്ന് ചെമ്പെന്ന് എടുത്ത് മാറ്റാനുണ്ട് വെന്തത്. അപ്പോൾ വെന്തത് നോക്കിക്കാണ്ട് ഞാനിങ്ങനെ പാത്രത്തേക്ക് പൂവടനെ എടുക്കാനുണ്ടോ, മൊത്തത്തിൽ വെന്തിക്കണുണ്ടോ, ഓരോന്നോരോന്ന് വല്ല സാവധാനത്തിൽ ഇങ്ങനെ എടുക്കുകയാണ്. എന്താ വെച്ചാൽ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ചിലപ്പോൾ എടുക്കുമ്പോൾ ഈ ചട്ടകത്തിൻ്റെ തുമ്പൊക്കെ കൊണ്ട് തട്ടിയിട്ട് വല്ല കത്തി കൊണ്ട് തട്ടണ പോലെ അങ്ങോട്ട് പൊട്ടിപ്പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പതുക്കെ ഉള്ളൂ നമ്മളെ പൂവടനൊക്കെ എടുക്കാൻ പറ്റുക. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ കൂടുതലൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണ്, ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. നിങ്ങൾ ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.